ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊച്ചിയുടെ പരമ്പരാഗതമായ സംസ്കൃത നാമം ബാലപുരി. കൊച്ചിയിലെ ഭരണാധികാരികളുടെ രാജകീയ ക്ഷേത്രം പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിലാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ത്രിവേണി എന്നറിയപ്പെടുന്ന നദികളിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? കക്കയാറ്, കല്ലാറ്, കാക്കാട്ടാറ്. മഹാദേവൻ്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള വാദ്യോപകരണമാണ് ഡമരു. ക്ഷേത്ര സംഗീതത്തിൻ്റെ ഔദ്യോഗിക നാമം സോപാന സംഗീതം എന്നാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ. അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമൂർത്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാമനൻ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. പുരാണങ്ങളുടെ കർത്താവ് എന്നറിയപ്പെടുന്നതാരും? വ്യാസൻ. പുരാണങ്ങൾ പല വിധത്തിലുണ്ടെങ്കിലും PSC പരീക്ഷയിൽ പുരാണങ്ങളുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതേണ്ടത് വ്യാസൻ എന്നാണ്. മഹാഭാരതത്തിലെ ഘടോൽക്കചൻ ആരുടെ മകനാണ്? പഞ്ചപാണ്ഡവരിൽ ഭീമൻ്റെ മകനാണ് ഘടോൽക്കചൻ. ഈ താഴെ പറയുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവി അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുത് എന്നാണ് വിശ്വാസം. ഏതാണ് ആ ക്ഷേത്രം? വള്ളിയങ്കാവ് ദേവി ക്ഷേത്രം. എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിക്കുമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രം ബാലി. പുഷ്പക വിമാനം, രാവണൻ്റെ പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത് വിശ്വകർമാവാണ് പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത്. രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ശിവനാണ്. ചിത്രസേനൻ്റെ സൈനികരിൽ നിന്ന് ദുര്യോധനനെ രക്ഷിച്ചത് ഉഗ്രസേനനാണ്. ഭാരതത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം കേരളത്തിലാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, കോട്ടയം. വർഷത്തിൽ 6 മാസം നട തുറക്കുകയും 6 മാസം അടച്ചിടുകയും ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് ബദരീനാഥ്. ബദരീനാഥാണ് 6 മാസം തുറക്കുകയും 6 മാസം അടച്ചിടുകയും ചെയ്യുന്നത്. 108 അയ്യപ്പൻ കാവുകളിൽ ആദ്യത്തെ അയ്യപ്പൻ കാവ് ഏതാണ്? തൃക്കുന്നപ്പുഴ ധർമ്മശാസ്താ ക്ഷേത്രം, ആലപ്പുഴ ജില്ലയിൽ. 108 വൈഷ്ണവ തിരുപ്പതികളിൽ ഏറ്റവും പ്രധാനമായ ക്ഷേത്രം ശ്രീരംഗം, തൃശ്ശിനാപ്പള്ളിയിലെ ശ്രീരംഗം. ക്ഷേത്രവിജ്ഞാനകോശം എന്ന പുസ്തകം എഴുതിയത് PG രാജേന്ദ്രൻ. ഭരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിലെ കാളിസേവ എന്ന കൃതി എഴുതിയത് അച്യുതമേനോൻ. കേരളത്തിലെ കാളിസേവ എന്ന കൃതി എഴുതിയത് അച്യുതമേനോൻ. ഭീമൻ്റെ ശംഖിൻ്റെ പേര് പൗണ്ഡ്രം എന്നാണ് ഭീമൻ്റെ ശംഖ് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ ശംഖ് പാഞ്ചജന്യം. മഹാവിഷ്ണുവിൻ്റെ ശംഖ് അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നും യുധിഷ്ഠിരൻ്റെ ശംഖ് അറിയപ്പെടുന്നത് അനന്തവിജയം എന്നുമാണ്. തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര് പടലങ്ങൾ എന്നാണ്. തന്ത്രസമുച്ചയം എന്ന പുസ്തകത്തിലെ ശ്ലോകസംഖ്യ 2896. ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഹിന്ദു പുരാണ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ക്ഷേത്രം എന്ന പദത്തിൻ്റെ അർത്ഥം ദുഃഖത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്നാണ്. ദക്ഷിണ വാരാണസി എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. കൽക്കിയുടെ ആയുധം, വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ ആയുധം വാളാണ്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ്. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ടെമ്പിൾ ആണ്. ഇത് പല പ്രാവശ്യവും ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് തളി മഹാദേവ ക്ഷേത്രം, കോഴിക്കോട്. ഏത് ക്ഷേത്രത്തിലെ നാലമ്പലത്തിലാണ് 222 തൂണുകൾ മേൽക്കൂരിയെ താങ്ങി നിർത്തിയിരിക്കുന്നത്?
തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലെ തിരുവട്ടാർ ക്ഷേത്രം. തിരുവട്ടാർ ക്ഷേത്രമാണ് 222 തൂണുകൾ മേൽക്കൂരിയെ താങ്ങി നിർത്തിയിരിക്കുന്നത്.